തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ വീഡിയോ ആണിത്. പുറത്തുനിന്ന് കാണാൻ നല്ല രസമായിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ ഫുള്ള് ലൈറ്റിംഗ് ആയിട്ട് അടിപൊളിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. കയറി ചെല്ലുമ്പോൾ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. ഈ മരത്തിൻ്റെ തവികൾ, കത്തി ഉണ്ടായിരുന്നു, അങ്ങനത്തെ കട്ടിംഗ് ബോർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഉള്ളിൽ ചെല്ലുമ്പോൾ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ബ്ലാങ്കറ്റ്, അതൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 2 3 അങ്ങനെയൊക്കെ ആയിട്ട് ഓഫറുകളുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് കുറേ മിനിയേച്ചർ ഐറ്റംസ് കണ്ടു, കീ ചെയിനൊക്കെ. ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അത്ര റേറ്റും ഇല്ല. പിന്നെ കുറേ കടകളുണ്ടായിരുന്നു. ഫുള്ള് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ചിലത് മാത്രം ഞങ്ങൾ കണ്ടു, ഇഷ്ടമായത് മാത്രം. ഇതൊക്കെ കണ്ടില്ല, കുഞ്ഞ് ഭരണികൾ, ചില്ലിൻ്റെ, അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ക്യാപ്പുകളുടെ ഒക്കെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഇതാണ്. അത് കണ്ടു, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞ് കുറേ ക്യാൻഡീസ് കളക്ഷൻ ഉണ്ടായിരുന്നു, കുറേ മിഠായികളുണ്ടായിരുന്നു. പിന്നെ ഈ ബാഗുകളൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. പിന്നെ കമ്മൽ, മാലയുടെ ഒക്കെ വലിയൊരു കളക്ഷൻ തന്നെയായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റി സാധനങ്ങൾ, നല്ല ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഈ മഗ്ഗുകളൊക്കെ, ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 6 100, പിന്നെ 150 അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ വീണ്ടും കീ ചെയിൻ സെക്ഷനൊക്കെ ആയിരുന്നു. അതും നല്ല കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പിള്ളേർക്ക് പറ്റിയ കുറേ ഐറ്റംസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വള, മാലയുടെ ഒക്കെ കുറേ തന്നെ. പിന്നെ ഇങ്ങനത്തെ കുറേ ഈ ഹാങ്ങിങ്സൊക്കെ, അതും നല്ലതായിരുന്നു. പിന്നെ വയ്യാണ്ടായി നടന്നിട്ട് ഒരു കുലുക്കി സർബത്ത് കുടിക്കാൻ പോയി. അതാണെങ്കിൽ മരുന്ന് വെള്ളം പോലെ ഉണ്ടായിരുന്നു, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് കോളിഫ്ലവർ ബജ്ജി കഴിച്ചുട്ടാ. അതും ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. അത് ബാക്കി കളയാ ചെയ്തേ. പിന്നെ അങ്ങനെ നടന്നു പോയപ്പോൾ ഇതുപോലത്തെ പിന്നെയും കുറച്ച് ഐറ്റംസൊക്കെ കണ്ടു, അതും നന്നായിരുന്നു. പിന്നെ ജയ്പൂരി കളക്ഷൻ വളകളുടെ കേട്ടോ. പിന്നെ കളർഫുള്ള് പൗഡേഴ്സ് കണ്ടിരുന്നു, അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നല്ല പൂക്കളുടെയൊക്കെ നല്ല രസമില്ലേ വ്യൂ കാണാനായിട്ട്. ഇത് വീട്ടിലൊക്കെ ഇങ്ങനെ ഷോപ്പീസായിട്ട് വെക്കണതില്ലേ, ആ ടൈപ്പാണ് തോന്നുന്നുണ്ട്. പിന്നെ പിക്കിൾസ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ 2 ടേസ്റ്റ് നോക്കി, ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അയാൾ ലാസ്റ്റ് നോക്കി വിട്ടു. പിന്നെ ഇത് അക്വേറിയത്തിൻ്റെ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ മീനുകളുണ്ടായിരുന്നു, വലിയ മീനുകളും കുഞ്ഞു മീനുകളൊക്കെ ആയിട്ട്. കരിമീൻ പോലത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ സാധനങ്ങളായിരുന്നു. ഇതിൻ്റെ തന്നെ ഞാൻ വേറെ ഈ വീഡിയോസിൻ്റെ തന്നെ മീനിൻ്റെ വെച്ചിട്ടുള്ളത് വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, അത് മാത്രമായിട്ട്. പിന്നെ കളർഫുൾ മീനുകൾ, കുഞ്ഞ് കളർ മീനുകൾ പോലത്തെ. കളറ് മുക്കിയ മീനല്ല എന്ന് തോന്നുന്നല്ലേ. പിന്നെ ഇത് ഈ പാറമേക്കാവിൻ്റെയും അതിൻ്റെയൊക്കെ മിനിയേച്ചറാണ് കേട്ടോ. പിന്നെ വടക്കുന്നാഥൻ്റെ കാണാം. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വടക്കുന്നാഥൻ റിയലായിട്ട് തോന്നണില്ലേ. ഇത് ശരിക്കും റിയലിസ്റ്റിക്കായിട്ട് തോന്നണ മിനിയേച്ചറാണ് കേട്ടോ. കൊള്ളായിരുന്നു. പിന്നെ ലാസ്റ്റ് റൈഡിൻ്റെ അടുത്തേക്ക് പോയി കുറേ ഉണ്ടായിരുന്നു. വഞ്ചിയൊക്കെ കിടന്ന് വർക്കിംഗ് ആയിരുന്നു കേട്ടോ. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാൻ. പിള്ളേർക്ക് പറ്റിയതും വലിയവർക്ക് പറ്റിയതായിട്ടുള്ള എല്ലാ റൈഡുകളും ഉണ്ടായിരുന്നു. ഈ വട്ടം ഞങ്ങളൊന്നിലും കയറിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. പിന്നെ നല്ല സ്പീഡിലാണ് പോകുന്നത് ഒക്കെ. അപ്പം അതിലൊന്നും കയറാൻ നിന്നില്ല, ഇവിടെ നിന്ന് കണ്ടു. അതിൽ പോണവരൊക്കെ കിടന്ന് കാറി വിളിക്കുകയായിരുന്നു കേട്ടോ, കരഞ്ഞിട്ടൊക്കെ പേടിച്ചിട്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ, വഞ്ചി അങ്ങനത്തെ ഒക്കെ. ഇതെന്ത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണ്. ഇപ്പോൾ പൂരത്തിൻ്റെ ഇതിപ്പോൾ കഴിയാറായിട്ടുണ്ട് എക്സിബിഷൻ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോക്കണേ. ഇത് തൃശ്ശൂരിൻ്റെ മൊത്തം ഒരു വ്യൂ ആണ് കേട്ടോ, എല്ലാം കാണാൻ പറ്റും. ഷോർട്ട് വ്യൂവിൽ തന്നെ മൊത്തത്തിൽ തൃശ്ശൂർ കാണാം. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളവിടെ